അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്കവറിങ് ദ സെൽ. സെല്ലിൻ്റെ കണ്ടുപിടുത്തം, കോശങ്ങളുടെ കണ്ടുപിടുത്തം. റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു ഒബ്സർവ് സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ആദ്യമായി കോശത്തിനെ നിരീക്ഷിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ താഴെ കൊടുത്തിട്ടുണ്ട്. റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ്. ആദ്യമായിട്ട് സെല്ലിനെ നിരീക്ഷിച്ച അല്ലെങ്കിൽ കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. അദ്ദേഹം എന്ത് വെച്ചിട്ടാണ് സെല്ലിനെ നിരീക്ഷിച്ചത്? സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട്. He observed the section of cork through a microscope and called the tiny chamber seen in the section cell. അതായത് കോർക്ക് എന്ന് വെച്ചാൽ എന്താണ്? കോർക്കിൻ്റെ സെക്ഷനാണ് അദ്ദേഹം ആ മൈക്രോസ്കോപ്പിൽ കൂടി നിരീക്ഷിച്ചത് എന്നാണ് പറയുന്നത്. എന്താണ് കോർക്ക് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ വലിയ മരങ്ങളില്ലേ, ആ മരങ്ങളുടെയൊക്കെ പുറത്ത് കാണപ്പെടുന്ന അതിൻ്റെ തൊലി, മരത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, ബാർക്കെന്ന് വേണമെങ്കിലും പറയാം. അതിനെയാണ് നമ്മൾ കോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർക്കിനെയാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം കുറേ ടൈനി ചേമ്പേഴ്സ്, ചെറിയ അറകൾ, ചേമ്പേഴ്സ് എന്ന് വെച്ചാൽ അറകൾ, അപ്പോൾ ടൈനി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ അറകൾ കണ്ടു. അതിനെ ആ സെക്ഷനിൽ കണ്ടു, കോർക്കിൻ്റെ സെക്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഛേദം, അതിനെ രണ്ടായിട്ട് മുറിച്ച ഭാഗത്ത് അദ്ദേഹം കണ്ടു. അതിനെ അദ്ദേഹം ഒരു പേരിട്ട് വിളിച്ചു. എന്താണ്? സെൽ അല്ലെങ്കിൽ കോശം എന്ന പേരിട്ട് വിളിച്ചു. മനസ്സിലായോ? ഇവിടെ റോബർട്ട് ഹുക്കിൻ്റെ ഫോട്ടോ ഉണ്ട്. സെൽ ഒബ്സർവ്ഡ് ബൈ ദ റോബർട്ട് ഹുക്ക് നോക്കിയ സെല്ലാണ് ഈ കാണപ്പെടുന്നത്. കോർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ആ മരത്തിൻ്റെ തൊലി അല്ലേ, മരത്തിൻ്റെ വലിയ വലിയ മരങ്ങളുടെയൊക്കെ തൊലിയാണ് നമ്മൾ കോർക്ക് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ അത്. അടുത്ത പറയുന്നത് സ്റ്റഡി ഓഫ് സെൽ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഈസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് നൗഡേയ്സ്. ഈ കാലഘട്ടത്തിൽ വളരെ റാപ്പിഡായിട്ട്, വളരെ വേഗത്തിൽ ഡെവലപ്പ് അല്ലെങ്കിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സെൽ എന്ന് പറയുന്നത്. അതിനെ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് സെൽ ബയോളജി. അത് ആ സ്റ്റഡി ഓഫ് സെല്ലിൻ്റെ കുറിച്ചുള്ള പഠനം അല്ലേ, അതിനെയാണ് നമ്മൾ സെൽ ബയോളജി എന്ന് പറയുന്നത്. റിമാർക്കബിൾ ഫൈൻഡിങ്സ് ദാറ്റ് പാവഡ് വേ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെൽ ബയോളജി വെയർ മെയ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് 19th century. സെൽ ബയോളജിയുടെ ഡെവലപ്മെൻറ്റിന് അടിത്തറ പാകിയ വളരെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ നടന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ്. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. സെൽ ബയോളജിയുടെ ചരിത്രത്തിലെ മൈൽ സ്റ്റോൺസ് എന്ന് വെച്ചാൽ നാഴികക്കല്ലുകൾ ഏതൊക്കെയാണ്? അപ്പോൾ അതിൽ നേതൃത്വം കൊടുത്ത ശാസ്ത്രജ്ഞരും അവരെന്തൊക്കെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തത്? ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് ദി സെൽ ആൻഡ് നെയിംഡ് ഇറ്റ് ദ ന്യൂക്ലിയസ്. അതായത് സെല്ലിൻ്റെ സെൻറ്റർ, കോശത്തിൻ്റെ കേന്ദ്രം ഏതാണ്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. റോബർട്ട് ബ്രൗൺ. അപ്പോൾ ഹു ഡിസ്കവേർഡ് ദ സെൻറ്റർ ഓഫ് ദി സെൽ ആൻഡ് നെയിംഡ് ഇറ്റ് ദ ന്യൂക്ലിയസ്? റോബർട്ട് ബ്രൗൺ ആണ് ആ സെല്ലിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചത്. എന്നിട്ട് അദ്ദേഹം അതിന് എന്ത് പേരാണ് കൊടുത്തത്? ന്യൂക്ലിയസ്. അപ്പോൾ സെല്ലിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ന്യൂക്ലിയസ് എന്നുള്ള പേര് കൊടുത്ത ആളിൻ്റെ പേരാണ് റോബർട്ട് ബ്രൗൺ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. അടുത്തത് എം ജെ ശ്ലീഡൻ എന്താണ്? ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് എം ജെ ശ്ലീഡൻ. സ്പെല്ലിങ് കണ്ടോ? SCHLEIDEN. എം ജെ ശ്ലീഡനാണ് സസ്യശരീരം. പ്ലാന്റ് ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സസ്യശരീരം ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് കണ്ടുപിടിച്ചത് എം ജെ ശ്ലീഡൻ. അടുത്ത ആള് തിയോഡർ ഷ്വാൻ. കണ്ടോ? തിയോഡർ, THEODOR, തിയോഡർ ഷ്വാൻ, SCHWANN. ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് an animal is made up of cell. ജന്തു ശരീരം, അനിമൽ ബോഡി സെല്ല് അല്ലെങ്കിൽ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാൻ. മനസ്സിലായോ? അപ്പോൾ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് അത് കണ്ടുപിടിച്ചത് എം ജെ ശ്ലീഡനും. ബോഡി ഓഫ് ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാനുമാണ്. അടുത്തത് റുഡോൾഫ് വിർച്ചോ. അദ്ദേഹം എന്താ ചെയ്തത്? ഒബ്സർവ്
dividing cells and inferred that new cells arise only from existing cell. അദ്ദേഹം ഈ ഡിവൈഡിങ് സെൽ ഈ സ്വയം വിഭജിച്ചുകൊണ്ടിരിക്കുന്ന സെല്ലിനെ ഒബ്സർവ് ചെയ്തു. വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈഡിങ് സെൽസിനെ ഒബ്സർവ് ചെയ്തിട്ട് ആൻഡ് ഇൻഫേർഡ് ഏത് നിഗമനത്തിൽ എത്തിച്ചേർന്നു? ദാറ്റ് ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ്. എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് മാത്രമേ ന്യൂ സെൽസ് പുതിയ കോശങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്ന ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ആര്? റുഡോൾഫ് വിർച്ചോ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അതിൻ്റെയൊക്കെ ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. റുഡോൾഫ് വിർച്ചോ ഇങ്ങനെ ഡിവൈഡിങ് സെൽസിനെ ഒബ്സർവ് ചെയ്തിട്ട് ഈ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് മാത്രമേ പുതിയ സെൽസ് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്ന് കണ്ടുപിടിച്ച ഇയർ 1858, 1858. ഓക്കെ. തിയോഡർ ഷോൺ ആനിമൽ ബോഡി സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, മേഡപ്പ് ഓഫ് സെൽസ് എന്ന് കണ്ടുപിടിച്ചത് ഏത് വർഷമാണ്? 1839, 1839. അടുത്ത MJ ശ്ലീഡൻ സസ്യശരീരം അല്ലെങ്കിൽ പ്ലാൻ ബോഡീസ് മേഡപ്പ് ഓഫ് സെൽസ് എന്ന് കണ്ടുപിടിച്ചത് 1838, 1838. തൊട്ടടുത്ത വർഷമാണ് തിയോഡർ ഷോൺ അനിമൽ ബോഡിയും സെൽസാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ചത്. 1838 MJ ശ്ലീഡൻ, 1839 തിയോഡർ ഷോൺ. അടുത്ത 1831 റോബർട്ട് ബ്രൗൺ എന്ത് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടുപിടിച്ചത്. അത് ന്യൂക്ലിയസ് എന്താണ്? സെൻറ്റർ ഓഫ് ദി സെല്ലാണ് അല്ലേ? ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു കോശത്തിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 4 പോയിൻറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. അടുത്തത് ഇവിടെ ഗാന്ധിജി ഒബ്സർവിങ് പാത്തോജൻസ് ത്രൂ എ മൈക്രോസ്കോപ്പ്, സേവാഗ്രാം ആശ്രമം, 1940. ഗാന്ധിജി പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗാണുക്കളെ മൈക്രോസ്കോപ്പിൽ കൂടെ നിരീക്ഷിക്കുന്നതാണ്. ആ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. It was the invention of microscopes that enabled us to observe and study microscopic pathogens. മൈക്രോസ്കോപ്പിക് പാത്തോജൻസ് എന്ന് വെച്ചാൽ അതിസൂക്ഷ്മമായ രോഗാണുക്കളെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാനും അതിനെക്കുറിച്ച് പഠനം നടത്തുവാനും മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തം വളരെയധികം സഹായകമായി. ദിസ് ബ്രോട്ട് അബൌട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. മെഡിസിൻ്റെ ഒരു രംഗത്ത് അല്ലെങ്കിൽ ചികിത്സാ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ ഇതുണ്ടാക്കി. Such instruments enabled us to overcome the limitations of vision and bring the disease that the world dreaded under control. സച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഇനേബിൾഡ്, നമ്മളെ പ്രാപ്തരാക്കി. ഇനേബിൾഡ് എന്ന് വെച്ചാൽ പ്രാപ്തരാക്കി. അസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് വിഷൻ. നമ്മുടെ കാഴ്ചയുടെ വിഷൻ എന്ന് വെച്ചാൽ കാഴ്ചയുടെ ലിമിറ്റേഷൻസ്, പരിമിതികളെ ഓവർകം ചെയ്യാൻ, മറികടക്കുവാനും ആൻഡ് ബ്രിങ് ദ ഡിസീസ് ദാറ്റ് ദ വേൾഡ് ഡ്രെഡഡ് അണ്ടർ കൺട്രോൾ. ലോകത്തെ ഭീതിയിലാഴ്ത്തിയ, വേൾഡ് ഡ്രെഡഡ് നമ്മുടെ ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഡിസീസസിനെ, രോഗങ്ങളെ അണ്ടർ കൺട്രോൾ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനും, ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞത് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സെൽ തിയറി. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സെൽ തിയറി. ഫസ്റ്റ്, ദ സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ MJ ശ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ. സെൽ തിയറി ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്? MJ ശ്ലീഡനും തിയോഡർ ഷ്വാനും MJ ശ്ലീഡനും ചേർന്നാണ് സെൽ തിയറി കൊണ്ടുവന്നത്. സമ്മറൈസിങ് ദ ഫൈൻഡിങ്സ് ഓഫ് വേരിയസ് സയൻറ്റിസ്റ്റ്. വിവിധ ശാസ്ത്രജ്ഞരുടെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകളുടെ ഒരു സമ്മറിയാണ് എന്ന് പറയുന്നത് സെൽ തിയറി എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് ആരൊക്കെയാണ്? സെൽ തിയറി വാസ് പുട്ട് ഫോർവേഡഡ് ബൈ MJ ശ്ലീഡൻ ആൻഡ് തിയോഡർ ഷ്വാൻ കേട്ടോ. ഇറ്റ് പുട്ട് ഫോർവേഡ് 2 മെയിൻ കൺസെപ്റ്റ്. ഇതിൻ്റെ അകത്ത് 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഉള്ളത്. 2 മെയിൻ കൺസെപ്റ്റ്, 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മേഡപ്പ് ഓഫ് സെൽ. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽ അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എളുപ്പമുണ്ടല്ലോ, പഠിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ്, എല്ലാ ജീവികളുടെയും ശരീരം ഈസ് മേഡപ്പ് ഓഫ് സെൽസ്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസം. ഒരു ജീവിയുടെ, ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ ഘടനാപരവും ഫങ്ഷണൽ ധർമ്മപരവുമായ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? സെൽ എന്ന് പറയുന്നത്. സെൽസ് ആർ ദ, കോശങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസം. ഒരു ജീവിയുടെ സ്ട്രക്ചറൽ ഘടനാപരവും ഫങ്ഷണൽ ധർമ്മപരവും ജീവധർമ്മപരവുമായ യൂണിറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 പോയിന്റ്
ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? സെൽ തിയറി കൊണ്ടുവന്നത് ആരാണ്? സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ M.J. Schleiden ആൻഡ് തിയോഡർ ഷോൺ. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത ദ സെൽ തിയറി കൺസിസ്റ്റ് ഓഫ് 2 മെയിൻ കൺസെപ്റ്റ്. സെൽ തിയറിയിൽ 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ ജീവികളുടെയും ശരീരം സെല്ല് കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ഓർഗാനിസം. സെൽ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് പറയുന്നത് ഘടനാപരവും ജീവധർമ്മപരവുമായ യൂണിറ്റാണ് ഒരു ജീവിയുടെ. ഓക്കെ, അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് പെർഫോം ബൈ സെൽസ്? ഈ കോശങ്ങളുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മം, കോശങ്ങളുടെ ധർമ്മം എന്താണ്? താഴെ അതിന് ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് സെല്ലിൻ്റെ ഫങ്ഷൻസ് 3 എണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ അന്യ വസ്തുക്കളെ റെസിസ്റ്റ് ചെയ്യുന്നു, തടഞ്ഞു നിർത്തുന്നു, തടയുന്നു. മനസ്സിലായോ? അപ്പോൾ സെല്ലിൻ്റെ ഫങ്ഷനിൽ ഒന്നാമത്തത് റെസിസ്റ്റ് എന്ന് വെച്ചാൽ തടയുക. എന്തിനെ? ഫോറിൻ പാർട്ടിക്കിൾസ്, അന്യവസ്തുക്കളെ തടയുന്നു. അപ്പോൾ ഒന്നാമത്തതായി. അടുത്ത പോയിന്റ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. എന്താണ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ? പോഷകങ്ങൾ അല്ലേ? പോഷകങ്ങളിൽ നിന്നും, ഫ്രം ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പോഷകങ്ങളിൽ നിന്നും റിലീസ് എനർജി അല്ലെങ്കിൽ ഊർജം റിലീസ് ചെയ്യുന്നു, സ്വതന്ത്രമാക്കുന്നു. അത് രണ്ടാമത്തെ പോയിന്റ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. അടുത്ത പോയിന്റ് എന്താണ്? സിന്തസൈസ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ ജൈവ തന്മാത്രകൾ. സിന്തസൈസ് ചെയ്യാന്ന് വെച്ചാൽ നിർമ്മിക്കുക. അപ്പോൾ സിന്തസൈസ് ബയോമോളിക്യൂൾസ്, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പോൾ സെല്ലിൻ്റെ ഫങ്ഷൻസ് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ അന്യവസ്തുക്കളെ റെസിസ്റ്റ് ചെയ്യുന്നു, തടയുന്നു. രണ്ടാമത്തെ പോയിന്റ്, റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിൽ നിന്ന് അല്ലെങ്കിൽ പോഷകങ്ങളിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്നു അല്ലേ, ഊർജം സ്വതന്ത്രമാക്കുന്നു. അടുത്തത് സിന്തസൈസ് ബയോമോളിക്യൂൾസ്, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പോൾ സെല്ലിൻ്റെ ഫങ്ഷൻസ് 3 എണ്ണം പഠിച്ചല്ലോ, ഇപ്പോൾ തന്നെ അങ്ങ് പഠിക്കുക കേട്ടോ. അടുത്തത് സ്ട്രക്ചർ ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഇസ് കോംപ്ലെക്സ് ഇനഫ് ടു പെർഫോം ഓൾ ദീസ് ഫങ്ഷൻസ്. ഈ എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സെല്ലിൻ്റെ സ്ട്രക്ചർ, ഒരു സെല്ലിൻ്റെ ഘടന എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമാണ്. There are specific parts to perform each physiological function inside the cell. ഒരു സെല്ലിൻ്റെ അകത്തുള്ള ഓരോ ഫിസിയോളജിക്കൽ ഫങ്ഷനും നിർവഹിക്കാൻ വേണ്ടിയിട്ട്, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്പെസിഫിക് പാർട്സും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സെല്ലിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ആ സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്? ഇതൊരു സെല്ലിൻ്റെ സ്ട്രക്ചറാണ്, ഒരു പ്ലാൻ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് സെൻറ്റർ ഓഫ് ദി സെൽ. ഏതാണ്? ന്യൂക്ലിയസ്. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. സെൻറ്റർ ഓഫ് ദി സെൽ എന്താണ്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. അടുത്തത് സെൽ മെംബ്രൈൻ അല്ലെങ്കിൽ കോശസ്തരം എന്ന് പറയും. അതിൻ്റെ വേറൊരു പേരാണ് പ്ലാസ്മ മെംബ്രൈൻ. സെൽ മെംബ്രൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രൈൻ അല്ലെങ്കിൽ കോശസ്തരം. അടുത്തത് റൈബോസോം. പിന്നെ അതിന് മലയാളത്തിൽ നമ്മൾ റൈബോസോം തന്നെയാണ് പറയുന്നത്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിന് അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്തത് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. അടുത്തത് ക്ലോറോപ്ലാസ്റ്റ്. അറിയാലോ, ഹരിതകണം. ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. പിന്നെ സെൽ വാൾ എന്ന് വെച്ചാൽ കോശഭിത്തി. പിന്നെ മൈറ്റോകോൺട്രിയോൺ, അതിനെ മൈറ്റോകോൺട്രിയോൺ തന്നെയാണ് പറയുന്നത്. പിന്നെ വാക്യൂൾ അല്ലെങ്കിൽ ഫേനം. പിന്നെ ഗോൾജി കോംപ്ലക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് സെൽ. ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, റൈബോസോം, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം, ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം, പിന്നെ സെൽ വാൾ അല്ലെങ്കിൽ കോശഭിത്തി, മൈറ്റോകോൺട്രിയോൺ, പിന്നെ ഏതാണ്? വാക്യൂൾ അല്ലെങ്കിൽ ഫേനം, പിന്നെ ഗോൾജി കോംപ്ലക്സ്. ഇത്രയാണ് പാർട്സ് ഓഫ് സെൽ എന്ന് പറയുന്നത്.
അടുത്ത പറഞ്ഞിട്ടുള്ളത് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ സെൽ വാൾ, ദ സെൽ മെംബ്രൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രൈൻ, ദ സൈറ്റോപ്ലാസം, ദ ന്യൂക്ലിയസ് എക്സെട്ര. അതായത് 7ാം ക്ലാസ്സിൽ നമ്മൾ ഈ സെൽ വാൾ, സെൽ മെംബ്രൈൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ഇതൊക്കെ പഠിച്ചതാണ് അല്ലേ. വാട്ട് ആർ ദ അതർ പാർട്സ് യു ഒബ്സർവ്ഡ് ഇൻ ദ ഫിഗർ, ലിസ്റ്റ് ദം. അപ്പോൾ ഇത് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള അല്ലാതെ മറ്റേതൊക്കെ പാർട്സ് ആണ് ഈ ഫിഗറിലുള്ളത് അതിനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് മൊത്തം 6 പാർട്ടാണ് ഉള്ളത് കേട്ടോ. അത് ഏതൊക്കെയാണ് നമ്മൾ പറയാത്തത്? ഗോൾജി കോംപ്ലെക്സ്, പിന്നെ മൈറ്റോകോൺട്രിയോൺ, പിന്നെ വാക്യൂൾ, പിന്നെ ഏതാണ്, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ക്ലോറോപ്ലാസ്റ്റ്, റൈബോസോം. ഇത്രയും ഓക്കെ ആണല്ലോ. അടുത്തത് പ്രോട്ടോപ്ലാസം എന്താണ്, സൈറ്റോപ്ലാസം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. All substances inside the cell membrane constitute protoplasm. ഈ സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? കോശസ്തരം. സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ കോശസ്തരം. അപ്പോൾ കോശസ്തരത്തിനകത്തുള്ള എല്ലാ സബ്സ്റ്റൻസിൻ്റെയും, ഓൾ സബ്സ്റ്റൻസസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. എല്ലാ സബ്സ്റ്റൻസിനെയും കൂടെ കൂടിയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്നാണ് പറയുന്നത് കേട്ടോ. ജീവദ്രവ്യം. ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ കോശസ്തരത്തിൻ്റെ അകത്തുള്ള എല്ലാ സബ്സ്റ്റൻസിനെയും കൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ? സൈറ്റോപ്ലാസം ഇസ് ദ പാർട്ട് ഓഫ് ദി പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം തന്നെയാണ്, പക്ഷേ ന്യൂക്ലിയസ് ഒഴികെയുള്ള. ന്യൂക്ലിയസ് സൈറ്റോപ്ലാസത്തിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്സ്റ്റൻസിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം കേട്ടോ. അപ്പോൾ എന്താണ്? സൈറ്റോപ്ലാസം ഇസ് ദ പാർട്ട് ഓഫ് ദി പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു ഭാഗമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പക്ഷേ എക്സ്ക്ലൂഡിങ് എന്ന് വെച്ചാൽ ഒഴിവാക്കിയ, എന്തോന്ന് ഒഴിവാക്കിയ? ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഒഴിവാക്കിയ പ്രോട്ടോപ്ലാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? All factors required for life activities are present in the cytoplasm. നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഏതിൽ പ്രസൻ്റ് ആണ്? സൈറ്റോപ്ലാസത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഓൾ ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സും റിക്വേർഡ് ആവശ്യമായത് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ്. ലൈഫ് ആക്ടിവിറ്റീസിന് ആവശ്യമായ എല്ലാ ഫാക്ടേഴ്സും ആർ പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം. ഏതിലാണ് കാണപ്പെടുന്നത്? സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. അടുത്ത പറയുന്നത് cell organelles. Cell organelles are the specific parts seen in the cytoplasm to perform physiological functions. Physiological functions perform ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് പാർട്സിനെയാണ്, സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന സ്പെസിഫിക് പാർട്സിനെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്താണ്? ആർ ദ സ്പെസിഫിക് പാർട്സ്, പ്രത്യേക ഭാഗങ്ങൾ സീൻ ഇൻ ദ സൈറ്റോപ്ലാസം. ഏതിലാണ് കാണപ്പെടുന്നത്? സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ കോശദ്രവ്യത്തിലാണ് കാണപ്പെടുന്നത്. എന്തിനാണ് സെൽ ഓർഗനൽസ്? ടു പെർഫോം ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസത്തിലും പറഞ്ഞിരിക്കുന്നത്.